സക്കൂബായിയുടെ കഥയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നാടകത്തിൻ്റെ അടുത്ത ഭാഗം, രണ്ടാമത്തെ ക്ലാസ്സാണ് അല്ലേ? നാടകം തുടങ്ങിയ ശേഷമുള്ള രണ്ടാമത്തെ ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സക്കൂബായിയുടെ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ കാണുന്നത്. ഒരു വീട് എത്രത്തോളം അലങ്കോലമാക്കി ഇടാമോ അത്രയും അലങ്കോലമാക്കിക്കൊണ്ട് ആ വീട്ടുകാർ അവരവരുടെ കാര്യങ്ങൾക്ക് പോവാണ്. അപ്പോഴാണ് സക്കൂബായി അവിടെ വരുന്നത്. അപ്പോൾ ആ നൂറുകണക്കിന് പണികൾ അവർക്കവിടെ ഇട്ട് കൊടുത്തിട്ടാണ് ഈ വീട്ടുകാർ പോയേക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ കണ്ടതാണ്. സക്കു പറയുന്നു, മുച്ചേ തോ 100 കാം ഹേ 5 തോ കർക്കെ ജാവോ, അതിലൊരു 5 എണ്ണമെങ്കിലും നിങ്ങൾ ചെയ്തിട്ട് പോവൂ, എങ്കിൽ എനിക്ക് ഇത്തിരി റിലാക്സ് ചെയ്ത് ജോലി ചെയ്യാമല്ലോ എന്ന് സക്കൂബായി പറയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി സക്കൂബായി വീട്ടുകാരെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ സക്കൂബായി ആരോടാണ് സംസാരിക്കുന്നത്? പ്രേക്ഷകരോടാണ്, കാഴ്ചക്കാരോടാണ്, അല്ലെങ്കിൽ വായനക്കാരോടാണ്. അപ്പോൾ സക്കൂബായി പറയുന്നു, वैसे तो मेरे साहब मेम साहब बहुत अच्छे हैं. साहब का नाम है किशोर कपूर और मेम साहब का नाम पूजा कपूर. 2 बच्चे हैं. बड़ी बेबी है 13-14 साल की. इंग्लिश नाम रखा है पोमला. पहले मेरे को पोमला बोलने को नहीं आता था. मुँह में से हवा निकल आती थी. जब मैं उसे बेबी बेबी पुकारती थी तो कहती थी, सकुबाई सकुबाई तू मुझे बेबी बेबी मत बोला कर. എന്താ സംഗതി നോക്കാം. വീട്ടുകാരെ നമ്മൾ പരിചയപ്പെടുത്തി തരാണ് സക്കൂബായി. അപ്പോൾ അവരെ വീട്ടിലുള്ളവരെ കുറിച്ച് പറയാണ്. വൈസേ തോ മേരെ സാഹബ് മേം സാബ് ബഹുത് അച്ഛേ ഹെ. എൻ്റെ സാറും എൻ്റെ മാഡവും ഒക്കെ വളരെ നല്ല മനുഷ്യരാണ്, നല്ല ആൾക്കാരാണ്. സാഹബ് കാ നാം ഹേ കിഷോർ കപൂർ. സാറിൻ്റെ പേര് കിഷോർ കപൂറാണ്. ഇങ്ങനെ വൃത്തികേടാക്കിയിട്ടൊക്കെ വീടൊക്കെ ഇട്ടിട്ട് പോയതാണെങ്കിലും അവർ സ്വഭാവം വളരെ നല്ലതാണെന്നാണ് സക്കൂബായി പറയുന്നത്. നല്ല മനുഷ്യരാണെന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര്, എൻ്റെ സാറിൻ്റെ പേര് കിഷോർ കപൂർ എന്നാണ്. और മേം സാബ് കാ നാം പൂജ കപൂർ ഹെ. പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പേര് കിഷോർ കപൂറാണ്, മാഡത്തിൻ്റെ പേര് പൂജ കപൂർ എന്നാണ്. അവർക്ക് 2 ബच्चे हैं, 2 കുട്ടികളാണ്. ബഡി ബേബി ഹെ, മൂത്ത പെൺകുട്ടിയാണ്. 13-14 साल की है, ഒരു 13-14 വയസ്സുള്ള പെൺകുട്ടിയാണ് മൂത്തത്. ഇംഗ്ലീഷ് നാം രഖാ ഹെ. അപ്പോൾ ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്നത് തന്നെ അവരുടെ ആ എഡ്യൂക്കേറ്റഡ് അല്ലാത്തതിൻ്റെ ഒരു ഉച്ചാരണ രീതിയാണ് ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് നാം രഖാ ഹെ. അപ്പോൾ ഇംഗ്ലീഷ് പേരാണ് കുട്ടിക്ക് വെച്ചിരിക്കുന്നത് പോമുല. അപ്പോൾ പോമുല എന്നാണ് നമ്മൾ ഈ മൂത്ത കുട്ടിയുടെ പേര്, അവരുടെ മൂത്ത കുട്ടി. ഇപ്പം നമ്മൾ പമീല എന്നൊക്കെ പറയുന്ന ആ ഒരു പേരാണ് പോമുല. പോമുല രഖാ ഹെ, ഇംഗ്ലീഷ് നാം ഹെ. പെഹലെ മേരെക്കോ പോമുല ബോൾനേക്കോ നഹി ആത്താ ഥാ. ആദ്യമൊന്നും എനിക്ക് ആ കൊച്ചിനെ പോമുല എന്ന് വിളിക്കാൻ പറ്റത്തില്ലായിരുന്നു, നാവ് വഴങ്ങില്ലായിരുന്നു. നഹി മാത്താ ഥാ മുझे, എനിക്ക് ഈ പേര് വിളിക്കാൻ പറ്റത്തേയില്ലായിരുന്നു, ഭയങ്കര ഇംഗ്ലീഷ് പേരാണ്. മുഹമ്മേസെ ഹവാ നിക്കൽ ജാതി തി. അപ്പോൾ അത് ഉച്ചരിക്കാൻ നേരം എന്താ സംഭവിക്കുക? അക്ഷരം പുറത്തു വരില്ല, കാറ്റാണ് പുറത്തു വരിക എന്ന്. അപ്പോൾ അത് കുറച്ച് ഫണ്ണിയായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് സക്കൂബായി. അപ്പോൾ ഹവാ നിക്കലാത്തി ഹെ, ആ പേര് ഉച്ചരിക്കാൻ ശ്രമിക്കുമ്പോൾ ഹവാ നിക്കലാത്തി ഹെ, കാറ്റാണ് പുറത്തു വരിക. കുട്ടിയുടെ പേര് ഉച്ചരിക്കാൻ പറ്റുമായിരുന്നില്ല. മുഹമ്മേസെ ഹവാ നിക്കലാത്തി തി, വയലിന് ഹവ, കാറ്റാണ് പുറത്തു വരിക. ജബ് മേ ഉസെ ബേബി ബേബി പുകാർത്തി ഥി തോ കഹത്തി ഥി. ഞാനതിനെ ബേബി ബേബി എന്നാണ് പകരം വിളിക്കുന്നത്. കാര്യം പൗംല എന്ന് വിളിക്കാൻ എനിക്ക് നാക്ക് വഴങ്ങാത്തതുകൊണ്ട് ഞാനതിനെ ബേബി ബേബി എന്ന് വിളിക്കുമായിരുന്നു. അപ്പോൾ ആ കുട്ടി എന്നോട് പറയും, സക്കൂബായ് സക്കൂബായ് തൂ മുझे ബേബി ബേബി മത് ബോലാക്കർ. സക്കൂബായ് നിങ്ങൾ എന്നെ ഇങ്ങനെ ബേബി ബേബി എന്ന് വിളിക്കല്ലേ എന്ന് ആ സമയത്ത് ആ കുട്ടി എന്നോട് പറയും. സക്കൂബായ് തൂ മുझे ബേബി ബേബി മത് ബോലാക്കർ, എന്നെ ബേബി ബേബി എന്ന് വിളിക്കല്ലേ. മേം സാബ് ഫി. അപ്പോൾ മേം സാബും പറയും, മാഡവും പറയും, സക്കു അബോ ബഡി ഹോ ഗയി ഹെ ഉസെ നാം സെ പുകാരാ കർ. ഇവിടുത്തെ മാഡവും പറയും, കൊച്ചിനെ ഇനി ഇങ്ങനെ ബേബി ബേബി എന്ന് വിളിക്കല്ലേ സക്കൂബായ്, അത് വലുതായില്ലേ, അതിനെ നിങ്ങളിനി പേര് വിളിക്കുക, ഇനിയെങ്കിലും പേര് പഠിക്ക്, പോംല എന്ന് പറയാൻ പഠിക്ക് എന്ന് ഇവിടുത്തെ മാഡവും പറയാൻ തുടങ്ങി. അരേ ക്യാ നാം സെ പുകാരൂ മുഹമ്മേസോ ഹവാ നിക്ലാത്തി ഹെ. എങ്ങനെ പേര് വിളിക്കാനാ? എനിക്ക് ആ പേര് ഉച്ചരിക്കുമ്പോൾ തന്നെ വായിന്ന് കാറ്റ് വരും, ഉച്ചരിക്കാൻ പറ്റില്ല എന്നാണ്. മുഹമ്മേസെ ഹവാ നിക്കലാത്തി ഹെ, എനിക്ക് ആ വേർഡ് ഉച്ചരിക്കാൻ പറ്റത്തേയില്ല. तो हमारे वहाँ जहाँ मैं रहती हूँ वहाँ में एक बैंड वाला रहने को आया. बाजू वाली होली में. होली क्या खांजा था? अरे खांजा क्या, वो ऐसे ही टेबल जैसा था, उसी में वो अपना सामान रखता था. मगर वो रोज़ सुबह उठकर ज़ोर ज़ोर से अपनी प्रैक्टिस करता था. एक दिन मैं घर पर ही थी और उसकी प्रैक्टिस चालू, तो मेरी लड़की साइली अंदर से बोली, ए आई तू बाजे वाले के साथ बैठकर
പ്രാക്ടീസ് കർ, തേരിക്കോ പോംല ബോൾന ആ ജായേഗാ. അപ്പോൾ കുട്ടിയുടെ പേര് വിളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് സക്കൂബായുടെ ഒരു വലിയ പ്രശ്നമായിരുന്നു. പോംല എന്ന് വിളിക്കാൻ നാവ് വഴങ്ങില്ല, പകരം ബേബി എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. കൊച്ചിനും അത് ഇഷ്ടമല്ല, വീട്ടുകാർക്കും അത് ഇഷ്ടമല്ല. അങ്ങനെ അവരാകെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? ഹമാരെ വഹാം ജഹാ മേ രഹത്തി ഹൂँ വഹാ ഏക് ബാൻഡ് വാല രഹനെ കോ, ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്ത്, ഹമാരെ വഹാം ജഹാ മേ രഹത്തി ഹൂँ, ഞാൻ താമസിക്കുന്നിടമുണ്ടല്ലോ അവിടെ ഒരു ബാൻഡുകാരൻ താമസിക്കാൻ വന്നു. ബാൻഡ് വായിക്കുന്ന ആൾ താമസിക്കാൻ വന്നു. അയാൾ എവിടെയാണ് താമസിച്ചത്? ബാജു വാലി ഘോലിം. ബാജു എന്ന് പറഞ്ഞാൽ എന്താണ്? വശത്തുള്ള, ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ വശത്തുള്ള ഒരു ഘോലിയിൽ, ഒരു ഷെഡിലാണ്. ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ സൈഡിൽ ഒരു കൊച്ചു ഷെഡിലാണ് അയാൾ താമസിക്കുന്നത്. ഖോലിക്കാ ഖാഞ്ചാധ, അതിന് ഷെഡ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ഇച്ചിരി വലിയ, ഖാഞ്ച എന്ന് പറയുന്ന കുട്ടയാണ്, ഒരു വലിയ കുട്ട എന്നേ പറയാൻ പറ്റൂ. ഒരു വലിയ കുട്ട പോലെ എന്തോ മറച്ചു വെച്ചിട്ട് അതിനകത്താണ് താമസം. എന്ന് പറഞ്ഞാൽ ഒരു മുറി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഷെഡ് എന്ന് പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊന്ന് വളച്ചുകൂട്ടി കെട്ടിവെച്ച എന്തോ ഒന്ന്, അവിടെയാണ് അയാളുടെ താമസം. അപ്പോൾ അരേ ഖാഞ്ചാക്യാവോ ഏസെ ഹി ടേബിൾ ജയ്സാധ, കുട്ടയെന്ന് പോലും പറയാൻ പറ്റില്ല, ഒരു ടേബിൾ പോലെ. അപ്പോൾ ഒരു ടേബിൾ പോലെ എന്തോ ഒന്ന് ചെറുതായിട്ട് മറച്ച് കിട്ടി, അതിനകത്താണ് ഈ ബാൻഡുകാരൻ്റെ താമസം. അപ്പോൾ മുംബൈയിലൊക്കെയുള്ള ചേരികളിലൊക്കെയുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് പോലും അത്രയും ബുദ്ധിമുട്ടാണ്, താമസമൊക്കെ അത്രയും ബുദ്ധിമുട്ടാണ്. സ്ഥലമില്ലാത്തടുത്ത് പാവങ്ങളുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട. വീടില്ലാത്തവന് ഇതൊക്കെ തന്നെ ആശ്രയം. മഴയോ വെയിലോ നനയാതെ ഇതേപോലെ എവിടെയെങ്കിലും കയറി കിടക്കാമെന്നേ ഉള്ളൂ. ഉസിമേ വോ അപ്ന സാമാൻ രക്താധ, അപ്പോൾ അതിനകത്ത് അയാൾക്ക് കിടക്കുക മാത്രമല്ല, അതിനകത്ത് അയാളുടെ സാധനങ്ങളും വെക്കണം. മഗർ വോ റോസ് സുബഹ ഉടുക്കർ ജോർ ജോർ സെ അപ്നി പ്രാക്ടീസ് കർത്താ था. അങ്ങനെ കിടക്കാനൊന്നും ഇടമൊന്നും ഇല്ല എങ്കിലും റോസ് സുബഹ ഉടുത്താ था, രാവിലെ എഴുന്നേറ്റ് ഈ ആൾ എന്ത് ചെയ്യും? അപ്നി പ്രാക്ടീസ് കർത്താ था. രാവിലെ എഴുന്നേറ്റ് ഇയാൾ ബാൻഡ് പ്രാക്ടീസ് തുടങ്ങും. ഏക് ദിൻ മേ ഘർ പർ ഹി ഥി और उसकी പ്രാക്ടീസ് ചാലു. അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിലുണ്ടായിരുന്ന ദിവസം ഈ മനുഷ്യൻ, ഈ ബാൻഡുകാരൻ തൻ്റെ പ്രാക്ടീസ് തുടങ്ങി. തോ മേരി ലടുക്കി സായിലി അന്തർ സെ ബോലി. അപ്പോൾ എൻ്റെ മോള് സായിലി, ഇപ്പോൾ സക്കൂബായിയുടെ മോളുടെ പേര് കൂടി പറയുന്നുണ്ട്, സായിലി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. അപ്പോൾ സായിലി അകത്ത് നിന്ന് എന്നോട് പറഞ്ഞു, ആയി എന്ന് വിളിക്കുന്ന അമ്മയാണ് ആയി എന്ന് വിളിക്കുന്നത്. ആയി അമ്മേ തൂ ബാജെ വാലേക്ക് സാത്ത് ബൈഠ്കർ പ്രാക്ടീസ് കർ, തേരിക്കോ പോംല ബോൾന ആ ജായേഗാ. അമ്മയോട് പറഞ്ഞു കുട്ടി എന്താ പറഞ്ഞേ? അമ്മ പോയി ഈ ബാൻഡുകാരൻ്റെ അടുത്തിരുന്ന് പ്രാക്ടീസ് ചെയ്യുക, അയാളും പ്രാക്ടീസ് ചെയ്യല്ലേ, അയാൾ ബാൻഡ് വായിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ്, അമ്മ അടുത്ത് നിന്നിരിക്കുക. അപ്പോൾ ആ താളത്തിനൊത്ത് അമ്മയും പറഞ്ഞു പഠിക്കുക, അമ്മയ്ക്കും പോംല എന്ന പേര് ഉച്ചരിക്കാൻ പറ്റും എന്ന് എൻ്റെ മോള് പറഞ്ഞു. തേരേക്കോ പോംല ബോൾന ആ ജായേഗാ, പോംല എന്ന് പറയാൻ അയാളുടെ ബാൻഡിനൊപ്പം പോയിരുന്ന് പ്രാക്ടീസ് ചെയ്താൽ അമ്മയ്ക്ക് പറ്റും എന്നെൻ്റെ മോള് പറഞ്ഞു. പോം പോം പും പോം പും പോം പും പോം പോം പോംല ആകെയാ. അപ്പോൾ എന്ത് സംഭവിച്ചു? ഞാൻ ബാൻഡുകാരൻ്റെ അടുത്ത് ചെന്നിരുന്നു. ബാൻഡുകാരൻ്റെ ആ ബാൻഡ് വായിക്കുന്നതിനനുസരിച്ച്, അത് കൊട്ടുന്നതിനനുസരിച്ച് ഞാനും പോം പോം പും പോം പും അങ്ങനെ പറഞ്ഞ് പോംല എന്ന് പറയാൻ പഠിച്ചു എന്നാണ് പറയുന്നത്. അതായത് ബാൻഡ് കൊട്ടുന്നതിനനുസരിച്ച് ഓരോ വേർഡ്സ് ആയിട്ട് ഉച്ചരിച്ചു. പോം പോം പും പോം, അങ്ങനെ പോംല എന്ന് പഠിച്ചു. ആകെയാ, അങ്ങനെ അവസാനം ഞാൻ ആ പേര് പഠിച്ചെടുത്തു. ദൂസരേ ദിൻ മേ ആയി, അടുത്ത ദിവസം ഞാൻ വീട്ടിൽ വന്നു. ബേബി എന്ന് വിളിച്ചുകൊണ്ടിരുന്നിടത്താണ് കുട്ടിയുടെ അടുത്ത് ഞാൻ ചെന്നു. മെനെ കഹാ ബേബി പോംല ബേബി. പേര് പഠിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലാണ് സക്കു. ബേബി പോംല ബേബി എന്ന് ഞാൻ ആ കുട്ടിയെ വിളിച്ചു. തോ ബഡി ഹൈറാൻ ഹോക്കർ ബോലി. കുട്ടിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി, ഹൈറാൻ, ആശ്ചര്യത്തോടു കൂടി അത് ചോദിച്ചു. സക്കു തേരേക്കോ പോംല ബോൾന ആകെയാ. സക്കു പോംല എന്ന് പറയാൻ സക്കു പഠിച്ചോ? എങ്ങനെ പഠിച്ചു എന്ന് ആ കുട്ടി എന്നോട് ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണ് സക്കുബായി, ഒരു ചോദ്യമുണ്ട് അവിടെ, സക്കുബായി കേസെ പോംല ബോൾന സീക്ക് ഗയി. എങ്ങനെയാണ് പോംല എന്ന് പറയാൻ സക്കു പഠിച്ചത് എന്നൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം. അപ്പോൾ അത് ബാൻഡുകാരൻ്റെ അടുത്ത് പോയിരുന്ന് പോം പോം പൂം എന്ന് പറഞ്ഞ് പഠിച്ച്, അതും മോള് സായിലിയാണ് ബാൻഡുകാരൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടതെന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അവിടെ നമുക്ക് എഴുതാം. ഓക്കെ, അടുത്ത ഭാഗം. അങ്ങനെ ചോട്ടാ ബാബാഹെ 8 സാൽക്ക. പിന്നെ അവിടുത്തെ ഇളയ കുട്ടി 8 വയസ്സുകാരൻ, പോംലയുടെ അനിയൻ 8 വയസ്സുകാരൻ. ഉസ്കാ ഭി ഇംഗ്ലീഷ് നാം ഹേ, അവൻ്റെതും ഇംഗ്ലീഷ് പേരാണ് റോക്കി. അപ്പോൾ പോംലയുടെ അനിയൻ്റെ പേര് റോക്കി എന്നാണ്.
അതുപോലെ സക്കുബായിയുടെ സ്വന്തം മോളുടെ പേര് സായിലി എന്നാണ്. ഉസ്കോ റോക്കി റോക്കി കഹ്കർ പുകാർത്തേ ഹേ. ഇവിടെയുള്ളവർ റോക്കി റോക്കി എന്നാണ് വിളിക്കുക. ബേബി കോ തോ ഈ സാൽ ഹോസ്റ്റൽ മേം ഡാൽ ദിയാ ഹേ. അപ്പോൾ ഈ പോംലയെ ഈ വർഷം ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഹോസ്റ്റലിലാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ആക്കിയത്. അപ്പോൾ കുറച്ച് വലുതായപ്പോൾ മൂത്ത കുട്ടി, അതായത് പോംലയെ ഹോസ്റ്റലിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പോംല പഠിക്കുന്നത് കൊയ് റാണിയോം കാ സ്കൂൾ ഹേ. കൊയ് റാണിയോം കാ സ്കൂൾ ഹേ. റാണിയോം കാ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഏതോ റാണിമാരുടെ പേരിലുള്ള സ്കൂളാണ്. അപ്പോൾ നമ്മളിവിടെ വിക്ടോറിയ രാജ്ഞി എന്നൊക്കെ വിക്ടോറിയ കോളേജ് ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ വിക്ടോറിയ എന്നുള്ള പേരിലൊക്കെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ ആ പഴയ ഏതോ ഒരു റാണിയുടെ പേരിലുള്ള ഒരു സ്കൂളിലാണ് ഈ കുട്ടിയെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് ആരാണെന്നോ ആ പേര് പറയാനോ ഒന്നും നമ്മുടെ സക്കുബായിന് അറിയില്ല. പക്ഷേ ഒന്നറിയാം, അത് ഏതോ റാണിയുടെ പേരിലുള്ള സ്കൂളാണെന്ന്. ബാബ യഹി ഹേ, ബാബ യഹി ഹേ. കുട്ടി ആൺകുട്ടി, ബാബ എന്ന് വിളിക്കുന്നത് ആൺകുട്ടിയാണ്, അതായത് റോക്കിയാണ്. അപ്പോൾ ബേബി എന്ന് വിളിക്കുന്നത് പോംലയെ, ബാബ എന്ന് വിളിക്കുന്നത് ഇളയ കുട്ടിയായ റോക്കിയെ. അപ്പോൾ റോക്കി ഇവിടെ തന്നെയുണ്ട്. സ്കൂൾ സേ 3:30 ബജെ ആത്താ ഹെ. ഒരു 3:30 മണിയാകുമ്പോൾ സ്കൂളിൽ നിന്ന് വരും. ബാപ്രേ ക്യാ ലഡ്കാ ഹേ, ഇത്തനാ മസ്തി ഘോർ, യാനി ഇത്തനാ മസ്തി ഘോർ. स्कूल से आते ही बिस्ता कापी एक तरफ फेंक कर टीवी देखना चालू. टीवी में भी क्या, वो क्रिकेट, हर वक्त क्रिकेट क्रिकेट. ये टीवी वाले भी कुछ कम नहीं है, हर वक्त क्रिकेट दिखाते रहते हैं. बच्चे पढ़ेंगे क्या, बीच में कुछ कम हो गया है. अभी कुछ दिनों पहले पकड़े गए थे ना, मगर अब फिर चालू हो गया है. അപ്പോൾ ഇളയ ആൺകുട്ടിയുടെ വിശേഷം പറയാണ്, റോക്കിയുടെ വിശേഷം പറയാണ്, പോംലയുടെ അനിയൻ്റെ വിശേഷം പറയാണ്. ഓ ബാബ യഹി ഹേ. കുട്ടി ഇവിടെ അടുത്ത സ്കൂളിലാണ് പഠിക്കുന്നത്. സ്കൂൾ സേ 3:30 ബജെ ആത്താ ഹെ. വൈകുന്നേരം 3:30 മണിയാകുമ്പോൾ 3:30 മണിയാകുമ്പോൾ സ്കൂളിൽ നിന്ന് വരും. ബാപ് രേ ക്യാ ലഡ്കാ ഹേ. എൻ്റെ പൊന്നെ എന്തൊരു ചെറുക്കനാത് എന്നാണ് പറയുന്നത്. ഇത്തനാ മസ്തി ഘോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര വികൃതി എന്ന് വെച്ചാൽ ഭയങ്കര വികൃതി. ഇത്തനാ മസ്തി ഘോർ, ഭയങ്കര വികൃതിയാണ്. स्कूल से आते ही बिस्ता कापी एक तरफ फेंक कर टीवी देखना चलो. बिस्ता बैग, कापी नोटबुक. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ എന്താ ചെയ്യുക, ബിസ്ത കാപ്പി ഏക് തരഫ് ഫെങ്ക്താ ഹേ. ബാഗും ബുക്കും എല്ലാം കൂടി ഒരു സ്ഥലത്തേക്ക് എടുത്തെറിയും. എന്നിട്ട് ടി വി ദേഖ്നാ ചാലു. എന്നിട്ട് ടി വി കാണാൻ തുടങ്ങും. അപ്പോൾ ബുക്കെല്ലാം കൂടി ഒരു വശത്തേക്ക് എറിയും. എന്നിട്ട് അവൻ പോയി ടി വി കാണും. ടി വി മേ ഭി ക്യാ, ടി വി തുറന്നാലോ അതിലെന്താ ഉള്ളേ, ഓ ക്രിക്കറ്റ്, ക്രിക്കറ്റ് ഇല്ലേ അതാണ്. ഹർ വക്ത് ക്രിക്കറ്റ് ക്രിക്കറ്റ്. ഏത് സമയം ആ കുട്ടിക്ക് ക്രിക്കറ്റ് എന്നൊരു വിചാരമേ ഉള്ളൂ. ഈ ടി വി വാലേ ബി കുച്ച് കം നഹി. ഈ ടി വിക്കാരൻ കുറഞ്ഞതൊന്നുമല്ല, എപ്പോഴും ക്രിക്കറ്റാണ് കാണിക്കുന്നത്. ഹർ വക്ത് ക്രിക്കറ്റ് ദിക്കാത്തേ. എപ്പോഴും അവരിങ്ങനെ കൊച്ചു പിള്ളേരെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ക്രിക്കറ്റ് ഇട്ട് കൊണ്ടേയിരിക്കും എന്നാണ് സക്കുവിൻ്റെ പരാതി. അതുകൊണ്ടാണല്ലോ ഈ കുട്ടികൾ ബുക്കെല്ലാം ഇങ്ങനെ വലിച്ചെറിഞ്ഞ് പഠിത്തമൊന്നും ശ്രദ്ധിക്കാതെ ടി വിയുടെ മുന്നിൽ പോയി കുത്തിയിരിക്കുന്നത്. അവരെന്തിനാണ് എപ്പോഴും ഇങ്ങനെ ക്രിക്കറ്റ് കാണിക്കുന്നത് ടി വിയിൽ എന്നാണ് സക്കുബായിയുടെ പരാതി. ये टीवी वाले भी कुछ कम नहीं है, हर वक्त क्रिकेट दिखाते रहते हैं. बच्चे पढ़ेंगे क्या. ഇങ്ങനെ ടി വിക്കാരൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പിള്ളേർ വല്ലതും പഠിക്കുമോ. ബच्चे पढ़ेंगे क्या, बीच में कुछ कम हो गया है. എന്നാൽ ഈയിടെയായിട്ട് അവൻ്റെ ക്രിക്കറ്റ് കാണൽ ഒരു ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്നറിയോ, അഭി കുച്ച് ദിനോ ബഹലെ പക്കടേ ഗേഥനാ. ഈയിടെ അവനെ ഒന്ന് വീട്ടുകാർ പൊക്കിയതാണല്ലോ എന്നുള്ളതാണ്. കുച്ച് പക്കടേ ഗേഥേ. അപ്പോൾ അച്ഛൻ്റെന്നോ അമ്മയുടേന്നോ അടുത്ത് അവന് തല്ല് കിട്ടിയിട്ടുണ്ട് ടി വി കാണുന്നതിന്. അങ്ങനെയാണ്. ഈയിടെയായിട്ട് അവനെ ഒന്ന് പിടിച്ചായിരുന്നല്ലോ, പക്കടേ ഗേഥേ, അവനൊന്ന് പിടിക്കപ്പെട്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഈയിടെയായിട്ട് ടി വി കാണൽ ഒരിത്തിരി കുറഞ്ഞിട്ടുണ്ട്. മഗർ അബ് ഫിർ ചാലു ഹോ ഗയാ ഹേ. കുറച്ച് കുറഞ്ഞിരുന്നതാണ്, പക്ഷേ ഇതാ അപ്പോൾ വീണ്ടും പഴയപടി ഫുൾ ടൈം അവൻ ടി വിയുടെ മുന്നിലാണ്. अरे रोकी बाबा क्या क्रिकेट खेलता है, क्या क्रिकेट खेलता है, ऐसा खेलता है, ऐसा खेलता है. जब वो बॉल फेंकता है तो ऐसे कैच लेगा, कभी इधर से कभी उधर से. मैं उसके पीछे पीछे भागती. അപ്പോൾ റോക്കി ബാബയെക്കുറിച്ചാണ് പറയുന്നത്. റോക്കി ബാബ ക്യാ ക്രിക്കറ്റ് ഖേൽത്താ ഹേ. എന്തും മനോഹരമായിട്ടാണ് ക്രിക്കറ്റ് കളിക്കുന്നതെന്ന് അറിയോ. ക്യാ ക്രിക്കറ്റ് ഖേൽത്താ ഹേ. എത്ര നന്നായിട്ടാണ് അവൻ ക്രിക്കറ്റ് കളിക്കുന്നത്. ഏസാ ഖേൽത്താ ഹേ, എങ്ങനെയാ കളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ആക്ഷൻ കാണിക്കുകയാണ്. സക്കുബായി എല്ലാം അഭിനയിച്ചാണ് കേട്ടോ കാണിക്കുന്നത് സ്റ്റേജിൽ. അപ്പോൾ റോക്കി എങ്ങനെയാണ് ബോൾ എറിയുന്നത് എന്നുള്ളത് ഉൾപ്പെടെ കാണിച്ചിട്ടാണ് സക്കുബായി ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സംസാരം മാത്രമല്ല, അവരത് അഭിനയിച്ചും കൂടാണ് കാണിക്കുന്നത്. ജബ് വോ ബോൾ ഫെങ്ക്താ ഹേ തോ ഏസേ ക്യാച്ച് ലേഗാ. അവന് നമ്മൾ ബോൾ എറിഞ്ഞു കൊടുത്താൽ അവൻ ഇങ്ങനെയാണ് ക്യാച്ച് ചെയ്യുന്നത്.
അപ്പോൾ ആ കുട്ടി, കൊച്ചുകുട്ടി എങ്ങനെയാണോ ആ ബോൾ ക്യാച്ച് ചെയ്യുന്നത് അത് അവർ അഭിനയിച്ച് കാണിക്കുകയാണ്. കഭി ഇധർസേ കഭി ഉധർസേ, ചിലപ്പോൾ അവൻ ഇങ്ങനെ ചാടി വന്ന് പിടിക്കും, ചിലപ്പോൾ അതുവഴി ചാടി വന്ന് പിടിക്കും എന്നൊക്കെ അഭിനയിച്ച് കാണിക്കുകയാണ് സക്കുബായി. അപ്പോൾ അവനിങ്ങനെ ബോള് പിടിക്കുന്നതായിട്ട് അഭിനയിച്ച് കാണിക്കും. എന്നിട്ട് പറയുന്നു മേ ഉസ്കെ പീച്ചെ പീച്ചെ ഭാഗ്തി, അതുകൊണ്ട് ജോലി ആർക്കാണ്? എനിക്കാണ്. ഉസ്കെ പീച്ചെ പീച്ചെ ഭാഗ്ന, അവൻ എവിടെ വരെ പോവോ അവിടെ വരെ ഞാൻ ഓടണം. ഉസ്കെ പീച്ചെ ഭാഗ്ന ഹെ, അപ്പോൾ ആ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ പിന്നാലെ ഓടി നടന്ന് അതിന് വല്ല തീറ്റയും കൊടുക്കണം. അതാണ് സക്കുബായിയുടെ മുന്നിലുള്ള ടാസ്ക് അല്ലേ. അപ്പോൾ അവൻ്റെ പിന്നാലെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടിയാണ്, ബാഗെല്ലാം അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഫുട്ബോൾ കളിക്കാൻ അല്ല ക്രിക്കറ്റ് കളിക്കാനായിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങും. ആ സമയത്ത് ഭക്ഷണവും കൊണ്ട് ഞാൻ അവൻ്റെ പിന്നാലെ ഓടണം. എന്നിട്ട് പറയും ബാബാ റോക്കി ബാബാ ദൂത് പീലോ, റോക്കി റോക്കി ബാബാ ദൂത് പീലോ, റോക്കി ബാബ ബിസ്ക്കറ്റ്, റോക്കി ബാബ ബിസ്ക്കറ്റ്. അപ്പോൾ പിന്നാലെ ഓടിക്കൊണ്ട് എന്തൊക്കെയാ പറയാ, ദാ പാല് കുടിക്കുക റോക്കി, റോക്കി മോനെ പാല് കുടിക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നാലെ ഓടും. അതുപോലെ റോക്കി ബാബ ബിസ്ക്കറ്റ് കഴിക്കുക, ബിസ്ക്കറ്റ് കഴിക്കുക കുട്ടി എന്ന് പറഞ്ഞ് അവൻ്റെ പിന്നാലെ ഓടലാണ് എൻ്റെ പണി. ആ സമയത്ത് അവൻ എന്താണ്, അവൻ ബോൾ ക്യാച്ച് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരിക്കും. अरे बाबा रोकी बाबा को 1 गिलास दूध और 4 बिस्किट खिला दिया तो सक्कू बाई ने बहुत बड़ा काम कर दिया, और हमारे बच्चों का क्या? हमारे हाथ में 1 गिलास दूध और 4 बिस्किट हो तो हमारे 10 बच्चे हमारे पीछे दौड़ेंगे. അപ്പോൾ ഒരു വലിയ വീട്ടിലെ കുട്ടിയും ചെറിയ വീട്ടിലെ കുട്ടിയും തമ്മിലുള്ള വ്യത്യാസം കൂടിയാണ് അവിടെ പറഞ്ഞു തരുന്നത്. സമ്പന്നതയുടെ നടുക്ക് വളരുന്നൊരു കുട്ടിയെ സംബന്ധിച്ച് 1 ഗ്ലാസ് പാലോ 2 ബിസ്ക്കറ്റോ ഒന്നും അവർക്ക് ആവശ്യമില്ല, അവർക്ക് വേണ്ട. കുട്ടികൾ തിന്ന് മടുത്ത സാധനങ്ങളാണതൊക്കെ, കഴിച്ച് മടുത്ത സാധനങ്ങളാണതൊക്കെ. പക്ഷേ പാവപ്പെട്ടവൻ്റെ വീട്ടിലെ കുട്ടി എന്ന് പറഞ്ഞാൽ 1 ഗ്ലാസ് പാലെന്ന് പറഞ്ഞാൽ അവന് അതുപോലൊരു സന്തോഷം വേറൊന്നുമില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അവനത് കുടിച്ച് ശീലിച്ചിട്ടില്ല, കുടിക്കാൻ കിട്ടുന്നില്ല. മറ്റവർ കുടിച്ചു മടുത്തു പോയവരാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ അതല്ല അവസ്ഥ. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് ഈ വരികളിൽ സക്കുബായി പറയുന്നത്. സമ്പന്നനും അതായത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു വ്യത്യാസം. अरे बाबा रोकी बाबा को 1 गिलास दूध और 4 बिस्किट खिला दिए तो सक्कूबाई ने बहुत बड़ा काम कर दिया. ഈ റോക്കിക്ക് 1 ഗ്ലാസ് പാലോ 4 ബിസ്ക്കറ്റോ കൊടുക്കാൻ കഴിഞ്ഞാൽ സക്കുബായി ബഹുത് ബടാ കാം കർ ദിയ, ഞാനൊരു വലിയ കാര്യം ചെയ്ത പോലെയാണത് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ടാസ്ക്കാണ്. അവൻ ഒരു കാരണവശാലും പാല് കുടിക്കുകയില്ല, ബിസ്ക്കറ്റ് കഴിക്കുകയില്ല. അങ്ങനത്തെ കുട്ടിയെ കൊണ്ട് 1 ഗ്ലാസ് പാല് കുടിപ്പിക്കുക, 3-4 ബിസ്ക്കറ്റ് കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വിജയമാണ്, സക്കുബായിയുടെ വിജയമാണ്. അതേ സ്ഥാനത്ത് ഹമാരെ ബച്ചെ, ഞങ്ങളുടെ കുട്ടികളാണെങ്കിലോ, അതായത് ഈ ചേരിയിലൊക്കെ വളരുന്ന സക്കുബായിയുടേത് പോലുള്ള വീടുകളിൽ വളരുന്ന കുട്ടികളാണെങ്കിലോ, ഹമാരെ ബച്ചോം കാക്കിയ, ഞങ്ങളുടെ കുട്ടികളുടെ കാര്യം എന്താ? ഹമാരെ ഹാത്ത് മേം 1 ഗ്ലാസ് ദൂത് ഓർ 4 ബിസ്ക്കറ്റ് ഹോ തോ ഹമാരെ 10 ബच्चे ഹമാരെ പീച്ചെ ദോടേങ്കെ. എൻ്റെ കയ്യിൽ 1 ഗ്ലാസ് പാലും 3-4 ബിസ്ക്കറ്റുമായിട്ട് ഞാൻ എൻ്റെ ചേരിയിൽ ചെന്ന് നിൽക്കുകയാണെങ്കിൽ, 1 ഗ്ലാസ് പാലും 3-4 ബിസ്ക്കറ്റുമായിട്ട് ഞാൻ എൻ്റെ ആ കുട്ടികളുടെ മുന്നിൽ ചെന്ന് നിന്നാൽ, ഹമാരെ 10 ബच्चे ഹമാരെ പീച്ചെ ദോടേങ്കെ, 10 കുട്ടികൾ, ഞങ്ങൾക്കിടയിൽ നിന്നുള്ള 10 കുട്ടികൾ എൻ്റെ പിന്നാലെ ഓടും. എന്തിനു വേണ്ടിയിട്ടാണ്? ആ പാലിനും ബിസ്ക്കറ്റിനും വേണ്ടി. കൊച്ചുങ്ങൾ ക്യൂ നിൽക്കും എന്നാണ് പറയുന്നത്. കുട്ടികൾ, അവിടുത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ ക്യൂ നിൽക്കും. എന്നിട്ട് ആ പിള്ളേർ പറയും ഏ സക്കയായി ദേനാ ഫല, ദേനാ ഫല, ഐ ദേ ഏ ദേനാ ദേ, ഐ സക്യു ഏ ദേ. അപ്പോൾ പിന്നാലെ വന്നിട്ട് ഈ കുട്ടികൾ നടന്ന് വിളിക്കുന്നതാണ്, താ എന്ന് പറഞ്ഞ് പിന്നാലെ നടന്ന് ഡിസ്റ്റർബ് ചെയ്യുമല്ലോ, അതാണ് താ. ഏ സക്കു ആയി, സക്കു അമ്മേ എന്നാണ്, സക്കു അമ്മേ ഇത്തിരി താ, എനിക്ക് താ എന്ന് പറഞ്ഞ് 10 പേരുടെ വിളിയാണ് നമ്മളെ അവിടെ കാണിക്കുന്നത്. ഏ ദേനാ ദേ, താന്നേ, ഇങ്ങോട്ട് തരൂ, താ എന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ ഈ കുട്ടികൾ വരും, 10 പേര് വരും. അപ്പോൾ അവിടെ അത്രയും ഡിമാൻഡുള്ള സാധനമാണ് ഇവിടെ ഈ കുട്ടിക്ക് വേണ്ടാതെ സക്കു പിന്നാലെ കൊണ്ട് നടക്കുന്നത്. സാരെ ബच्चे मेरे पीछे पीछे, मैं बाबा को यहीं पीछे बगल में ट्यूशन के लिए छोड़ती और शाम को लेकर आती, फिर खाना बना के साहब मेम साहब का वेट करती. 7:30 बजे साहब और मेम साहब आते, फिर मेरी छुट्टी. आज 15 बरस से यही ज़िंदगी जीती मैं. അപ്പോൾ 15 വർഷമായിട്ടുള്ള സക്കുബായിയുടെ ജീവിതം എങ്ങനെയാണെന്ന് സക്കു പറയാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് സക്കുബായി എങ്ങനെയാണ് ജീവിക്കുന്നതെന്നാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് സാരേ ബच्चे മേരെ പീച്ചെ പീച്ചെ, അപ്പോൾ അവിടെ ഈ പാലുമായിട്ട് ചെല്ലുമ്പോൾ പിള്ളേരെല്ലാം എൻ്റെ പിന്നാലെ വരും എന്ന് പറയുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താ ചെയ്യുക?
ഇവിടെ റോക്കിക്ക് ഈ പാലൊന്ന് കുടിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും. ഒരു പക്ഷേ ഞാൻ എൻ്റെ ഗ്രാമത്തിലെ കുട്ടികൾക്കാണ് ഇതും കൊണ്ട് ചെന്ന് നിൽക്കുന്നതെങ്കിൽ ആ പിള്ളേർ എൻ്റെ പിന്നാലെ ഓടും. मैं बाबा को यहीं पीछे बगल में ट्यूशन के लिए छोड़ दी. അപ്പോൾ ഞാൻ ഈ കുട്ടിയെ ഭക്ഷണമൊക്കെ കൊടുത്ത് പാലും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് ഇവിടെ ബഗൽമേ അടുത്ത് തന്നെ ട്യൂഷൻ കേലിയെ ചോടുത്തി, ട്യൂഷന് കൊണ്ടുവിടും. ആ ഷാം കോ ലേക്കർ ആത്തി, ട്യൂഷൻ കഴിയുമ്പോൾ സന്ധ്യയാകുമ്പോൾ ഞാൻ തന്നെ പോയിട്ട് അവനെ തിരികെ കൂട്ടിക്കൊണ്ടുവരും. ഫിർ ഖാന ബനാക്കെ സാഹബ് മെയിം സാബ് കാ വെയിറ്റ് കർത്തി, എന്നിട്ട് വന്നിട്ട് അവനെയും കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും, ഭക്ഷണം ഉണ്ടാക്കും. എന്നിട്ട് സാഹബിനെയും മെയിം സാബിനെയും വെയിറ്റ് ചെയ്യും. 7:30 ബജെ സാഹബ് ഓർ മെയിം സാബ് ആത്തെ, അവർ വരണ സമയം ഏതാണ്? 7:30, 7:30 മണിക്കാണ് ഇവിടുത്തെ സാറും മാഡവും വാപ്പസ് ആത്തെ വരുന്നത്. ഫിർ മേരി ചുട്ടി, 7:30 എനിക്ക് ചുട്ടി, എനിക്ക് അവധി. അന്നത്തെ എൻ്റെ പണി രാത്രി 7:30 കഴിയും. ആജ് 15 ബരസേ ഹി ജിന്ദഗി ജീത്തി മേ, കഴിഞ്ഞ 15 കൊല്ലമായിട്ട് സക്കൂബായിയുടെ ജീവിതം ഇങ്ങനെയാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് സക്കൂബായി ഇങ്ങനെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ്? ആ വീട്ടിൽ വരുമ്പോൾ അവിടെ ആൾ കാണത്തില്ല, അവരതിരാവിലെ പോയി കഴിയും. പിന്നെ അവിടെ വൃത്തിയാക്കുക, ഭക്ഷണം ഉണ്ടാക്കുക. അപ്പോഴേക്കും വൈകുന്നേരം ആകുമ്പോൾ കുട്ടിയെ വിളിക്കാനായിട്ട് പോകണം. കുട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വികൃതികൾ, പിന്നെ അവന് ഭക്ഷണം കൊടുക്കൽ, അവന് ട്യൂഷന് വിടൽ, അങ്ങനെ സക്കൂബായിക്ക് ആ വീട്ടിൽ നിറയെ പണികളാണ്. 15 വർഷമായിട്ടുള്ള സക്കൂബായിയുടെ ജീവിതം എങ്ങനെയാണെന്നാണ് സക്കൂബായി നമ്മളോട് പറയുന്നത്. അങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, റോക്കിയുടെ വികൃതിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ടെലിഫോൺ കി ഘണ്ടി ബജ്തി ഹെ, ഫോൺ ബെല്ലടിക്കുകയാണ്. ട്രിൻ 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 ട്രിൻ, ആ ഫോണിൻ്റെ സൗണ്ട് റിംഗ് ടോൺ നമ്മളെ കേൾപ്പിക്കുകയാണ്. സക്കൂബായി ആത്തി ഹൂം ബാബാ, ദാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കഹത്തെ ഹുയെ റിസീവർ ഉടാത്തി ഹെ, അത് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി സക്കൂബായി ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് സക്കൂബായി പറയുന്നു, ഹലോ മെയിം സാബ്, ഹാ നമസ്തേ, आज थोड़ी देर हो गई थी, क्या करती मेम साहब, कितना पानी पड़ रहा था, इधर चौपट पट्टी में तो कमर तक पानी था, घर के अंदर भी पानी भर गया, पीछे नाला भर जाता है ना, मैं अपना बिस्तर सब सुमन के घर पर रख के आई, सुमन के यहाँ तो माला है ना मेम साहब, ऐसा कैसा बोलने का, साइली को भी बोल के आई, स्कूल से आएगी तो वहीं बैठेगी, क्या, हाँ बोलो मैं सुनती, कौन सा? അപ്പോൾ സക്കൂബായി നമ്മളോട് അവരുടെ വീട്ടുവിശേഷങ്ങൾ, ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഫോൺ ബെല്ലടിക്കുന്നത്. അപ്പോൾ ഓടിപ്പോയി ഫോൺ എടുക്കുകയാണ് സക്കൂബായി. ആത്തി ഹൂ എന്ന് പറഞ്ഞിട്ട് പോയി ഫോൺ എടുക്കുന്നു. റിസീവറോട് ആത്തി ഹെ. എന്നിട്ട് സക്കൂബായി പറയുന്നു, ഹലോ മെയിം സാബ്. അപ്പോൾ വിളിച്ചേക്കുന്ന ആരാണ്? മെയിം സാബാണ് വിളിച്ചിരിക്കുന്നത്. അതായത് ആ വീട്ടിലെ മാഡം, അവിടുത്തെ യജമാനത്തിയാണ്. അപ്പോൾ ഈ സക്കൂബായിയുടെ മാഡമാണ് ഫോണിൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ പേര് നേരത്തെ പറഞ്ഞല്ലോ, പൂജ അല്ലേ? പൂജ എന്നാണ് അവിടുത്തെ മെയിം സാബിൻ്റെ പേര്. അപ്പോൾ മെയിം സാബാണ് പൂജ കപൂർ അല്ലേ? ഹസ്ബൻഡിൻ്റെ പേര് കിഷോർ കപൂറാണ്. അപ്പം പൂജ കപൂറാണ് വിളിച്ചിരിക്കുന്നത്. ഫോൺ എടുത്തിട്ട് പറയുന്നു, ആജ് ധോടി ദേർ ഹോ ഗയി. അപ്പോൾ ഇവർ വന്നോ എന്നൊക്കെ അറിയാനായിരിക്കും അല്ലേ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ മാഡത്തോട് സക്കൂബായി പറയുന്നു, ആജ് ധോടി ദേർ ഹോ ഗയി ഥി, ഞാൻ ഇത്തിരി താമസിച്ചു പോയി. ക്യാ കർത്തി മെയിം സാബ്, क्या करती मेम साहब, इतनी देर हो गई थी, क्या करती मेम साहब, इतनी देर हो गई थी. അപ്പോൾ ക്യാ കർത്തി മെയിം സാബ്, കിത്തന പാനി പഡ് രഹാ ഥാ എന്നാണ് പറയുന്നത്. എത്ര മഴയായിരുന്നു, അതുകൊണ്ടാണ് വൈകിയെന്നാണ്. ആജ് തോടി ദേർ ഹോ ഗയി ഥി, ഇന്ന് കുറച്ച് വൈകിയതിൻ്റെ റീസൺ എന്താണ്? മെയിം സാബ് കിത്തന പാനി പഡ് രഹാ ഥാ, എന്തൊരു മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ടാണ് ഞാനിന്ന് വരാൻ വൈകിയത്. ഇതർ ചോമ്പഡ് പട്ടി മേ തോ കമർ തക് പാനി ഥാ. ഇവിടെ ചോമ്പട്ട് പട്ടി എന്ന് പറയുന്നത് അവരുടെ കുടിലാണ്. സക്കൂബായിയുടെ വീട് അല്ലെങ്കിൽ സക്കൂബായിയുടെ കുടിലിനെ കുറിച്ചാണ് പറയുന്നത്. എൻ്റെ കുടിൽ അല്ലെങ്കിൽ എൻ്റെ ആ വീട്ടിൽ കമർ തക്ക് എന്ന് വെച്ചാൽ ഇടുപ്പ് വരെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരാൻ വൈകിയതിൻ്റെ റീസണാണ് സക്കൂബായി പറയുന്നത്. മഴയാണെന്ന് നേരത്തെ നമ്മൾ കണ്ടു. അപ്പോൾ അവരുടെ വീട്ടിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു, അവരുടെ ഇടുപ്പ് വരെ വെള്ളം കയറുന്നു, അത്രയും പേരിൽ വെള്ളം കയറിയിരുന്നു. ഘർക്കെ അന്തർ ഭി പാനി ഭർ ഗയാ ഥാ, വീട്ടിൻ്റെ ഉള്ളിലും വെള്ളം നിറഞ്ഞിരുന്നു. പീച്ചെ നാല ഫർ ജാത്താ ഹെ നാ, അപ്പോൾ അങ്ങനെ വെള്ളം വരുന്നതിൻ്റെ റീസൺ എന്താണ്? പീച്ചെ നാല ഫർ ജാത്താ ഹെ, വീട്ടിൻ്റെ പിൻവശത്തായിട്ട് നാല എന്ന് പറയുന്നത് ഓടയാണ്,
ഓട നിറഞ്ഞ് വെള്ളം ഒഴുകുകയല്ലേ. അപ്പോൾ അത് കാരണം വെള്ളം എല്ലാം കൂടി വീട്ടിലേക്കാണ് വരുന്നത്. മേ അപ്പന ബിസ്തർ വിസ്തർ സബ് സുമൻ കെ ഘർ പർ രഖുകയായി. അപ്പം ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും ബിസ്തർ കിടക്കയും എല്ലാം മെത്തയെല്ലാം എടുത്ത് അടുത്ത വീട്ടിലെ കൊണ്ടുവന്ന് കൊടുത്തു. സുമൻ അടുത്ത വീട്ടിലെ സുമൻ്റെ വീട്ടിലാണ് കൊണ്ടുവന്ന് കൊടുത്തേക്കുന്നത്. അവിടെ കൊണ്ട് വെച്ചിട്ടാണ് വരണത്, അല്ലെങ്കിൽ ഇത് എത്രയും നനഞ്ഞു പോവും. അതുകൊണ്ടാണ് ഞാൻ താമസിച്ചതെന്നാണ് സക്കൂബായി പറയുന്നത്. സുമൻ കെ ഹാത്തോ മാല ഹേന മേം സാബ്. അവിടെ മാല എന്ന് പറയുന്നത് തട്ടടിച്ചതാണെന്നുള്ളതാണ്. തട്ട്, അപ്പോൾ ഹൈറ്റിൽ വെക്കാൻ പറ്റുന്ന തട്ടുകളുള്ള വീടാണ് സുമൻ്റെത്. അപ്പോൾ അവിടെ തട്ടിൻ്റെ മുകളിൽ സാധനം വെക്കാലോ, അതുകൊണ്ടാണ് ഞാൻ സുമൻ്റെ വീട്ടിൽ കൊണ്ടുവന്നത് വച്ചത്. ഏസാ കേസാ അപ്പോൾ അങ്ങനെ സ്വന്തം പാരാദൂരങ്ങളും പരിവേദനങ്ങളും ഒക്കെ നമ്മുടെ മാഡത്തോട് സക്കൂബായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നു, ഫോണിൽ സംസാരിക്കുന്നതായിട്ട്. അപ്പം നമ്മൾ സക്കൂബായി അല്ലാതെ ഒരു കഥാപാത്രത്തെയും നമ്മൾ കാണുന്നേ ഇല്ല. സക്കൂബായി പറയുന്നു, നമ്മൾ കേൾക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കവേ അവിടുന്ന് എന്തോ മറ്റൊരു കാര്യം പറഞ്ഞതിൻ്റെ മറുപടിയാണ് പിന്നീട് സക്കൂബായി പറയുന്നത്. അപ്പോൾ അടുത്ത വിഷയം എന്താണ്? ഏസാ കേസാ ബോൽനേക്കാ, അയ്യോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് മാഡം എന്നാണ് സക്കൂബായി പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് മാഡം? അപ്പോൾ സക്കൂബായിക്ക് ചെയ്യാൻ കഴിയാത്ത എന്തോ ഒരു കാര്യം അവിടുന്ന് ആവശ്യപ്പെട്ടത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അയ്യോ അങ്ങനെ പറയല്ലേ മാഡം, സായിലി കോഫി ബോൽക്കെ ആയി, സായിലിയോട് ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്. സ്കൂൾ സെ ആയെഗി തോ വഹീം ബൈഠേഗി, സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വഹീം ബൈഠേഗി, അവൾ അവിടെ തന്നെ ഇരിക്കും. ക്യാ? ഹാ എന്താണ്? ഹാ ഹാ ബോലോ മേ സുൻതി, ആ പറഞ്ഞോ പറഞ്ഞോ ഞാൻ കേൾക്കുന്നുണ്ട്. കോൻസാ ഏതാണ്? അപ്പോൾ വിഷയം നമുക്ക് ഏകദേശം മനസ്സിലാകുന്ന എങ്ങനെയാണ്, എന്താണ്, ഒരു പക്ഷേ വൈകി പോകാൻ എന്തോ ആവശ്യപ്പെട്ടതായിരിക്കാം. അതുകൊണ്ടാണ് സായിലിയോട് ഞാൻ പറഞ്ഞിട്ടല്ലേ വന്നത്, അവൾ അടുത്ത വീട്ടിലല്ലേ ഇരിക്കുന്നത് എന്നൊക്കെ ഈ സക്കൂബായി പറയുന്നതിൻ്റെ റീസൺ അതാണ്. അതായത് വൈകി പോകാനോ അങ്ങനെ എന്തോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സൈഡല്ലേ കേൾക്കുന്നുള്ളൂ, അവിടുന്ന് പറയുന്നത് കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ സക്കൂബായി വളരെ വിഷമത്തോടു കൂടി സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്താണ്, സ്കൂളിൽ നിന്ന് സായിലി വന്നാൽ ഒന്നാമത് മഴയൊക്കെയാണ്, വീട്ടിൽ വെള്ളം കയറി ഇരിക്കുകയാണ്, നേരത്തെ വരാമെന്നോ അങ്ങനെ എന്തോ ഞാൻ അവളോട് പറഞ്ഞിട്ടുമാണ് വന്നതെന്നൊക്കെ പറയുന്ന മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഹാ ഹാ ബോലോ, ആ എന്താ മാഡം പറഞ്ഞേ, കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ. കോൻസാ ഏതാന്നാ? കുർസിക്ക് പാസ് പടേ ഹുയെ ധൈലേക്ക് ദേക്കർ, എന്നിട്ട് തിരിഞ്ഞ് കസേരയുടെ അടുത്തായിട്ടൊരു ധൈല, ഒരു ബാഗിലേക്ക് നോക്കുന്നു. അപ്പോൾ അവിടുന്ന് എന്തോ ആ ബാഗിലുണ്ട് എന്നുള്ളത് പറഞ്ഞേൽപ്പിച്ചത് കൊണ്ടാണ് തിരിഞ്ഞു നോക്കുന്നത്. എന്നിട്ട് സക്കൂബായി പറയുന്നു, ഹാ ഹാ പടാ ഹേ, അതെ അതെ ഇവിടെ ഇങ്ങനെ ഒരു ബാഗ് ഉണ്ടല്ലോ, ഉണ്ട് കണ്ടു. ധൈല ഉടാക്കർ ചെക്ക് കർത്തേ ഹുയെ, എന്നിട്ട് അവർ ആ ബാഗ് എടുത്ത് ചെക്ക് ചെയ്യാണ്. ധൈല ഉടാക്കർ ചെക്ക് കർത്തേ ഹുയെ, ബാഗ് എടുത്ത് സക്കൂബായി ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് സക്കൂബായി പറയുന്നു, ब्लू वाली इसको जगदीश के यहाँ फॉल लगाने का है। अच्छा ठीक है, हाँ कर देगी। हाँ मम्मी के यहाँ जा रही हो आप, उधर से बाबा को ले लोगी? ठीक है, तो फिर आज मुझे बस स्टॉप नहीं जाना है, मैं रात का खाना बनाऊँ? ठीक है मेम साहब, आज मुझे खाना भी नहीं बनाना है। तो मेम साहब मैं कहती हूँ कि आज शाम को मैं जल्दी घर जाऊँ। वो क्या है, आज इतना पानी बरसा, घर में पानी भर गया है ना, थोड़ा टाइम से जाती तो सफाई वफाई करके साइली के लिए कुछ बना देती. അപ്പോൾ സക്കൂബായിയോട് ആ ബാഗിലുള്ള ആ എന്തോ സംഗതിയെക്കുറിച്ചാണ് മാം സാബ് അവിടെ നിന്ന് പറഞ്ഞേക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം തിരിഞ്ഞ് ഫോൺ കൈ പിടിച്ചുകൊണ്ട് തന്നെ തിരിഞ്ഞ് ബാഗിലേക്കൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് സക്കൂബായി ബാഗ് എടുത്ത് ചെക്ക് ചെയ്തിട്ട് ചോദിക്കുന്നു, ബ്ലൂ വാലി, ഈ ബ്ലൂ നിറത്തിലുള്ളതോ? ഓ ഇസ്കോ ജഗദീഷ് കെ യഹാം ഫോൾ ലഗാനെ കാ ഹേ, ജഗദീഷിൻ്റെ അവിടെ. അപ്പോൾ സാരി എന്തോ ആണ് അതിനകത്തുള്ളത് അല്ലേ, സാരിക്ക് ഫോൾ പിടിപ്പിക്കാനാണ്, സാരി ഫോൾ അറിയാലോ. അപ്പോൾ ഫോൾ പിടിപ്പിക്കാൻ ജഗദീഷിൻ്റെ അടുത്ത് കൊടുക്കണം എന്നാണോ? അച്ഛാ ടീക്കേ ശരി കൊടുക്കാം. ഹാ കർദേഗി ഞാൻ ചെയ്തോളാം. ഹാ മമ്മിക്ക് ഹാ ജാ രഹി ഹോ ആപ്, അപ്പോൾ മാഡം ഇന്ന് വൈകിട്ട് മമ്മിയുടെ വീട്ടിലോട്ടാണ് പോകുന്നതെന്നാണോ? ഓക്കെ, ഇധർ സെ ബാബാക്കോ ലേ ലോഗി, അപ്പോൾ പോകുന്ന വഴിക്ക് മാഡം തന്നെ റോക്കിയെ, ബാബ എന്ന് വിളിക്കുന്ന റോക്കിയാണല്ലോ, റോക്കിയെ പിക്ക് ചെയ്തോളാം എന്നാണോ? അപ്പം ഞാൻ പോകണ്ടല്ലേ? ठीक है, അപ്പം ഞാനിന്ന് പോകണ്ടല്ലേ? तो फिर आज मुझे बस स्टॉप नहीं जाना है, അപ്പോൾ വൈകിട്ട് റോക്കിയെ വിളിക്കാൻ ഞാൻ ബസ് സ്റ്റോപ്പിൽ പോകണ്ടല്ലേ? മാഡം തന്നെ മമ്മിയുടെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിക്ക് അവനെ വിളിച്ചോളൂ അല്ലേ? मैं रात का खाना बनाऊं, അപ്പോൾ ഞാൻ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കണ്ടേ എന്ന് ചോദിക്കുന്നു. ठीक है मैम साहब, आज मुझे खाना भी नहीं बनाना है. ആണോ മാം സാബ്, എനിക്കപ്പോൾ ഇന്ന് ഫുഡും ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഇന്ന് സാരി ഫോൾ പിടിപ്പിക്കാനുള്ള മെറ്റീരിയലുമായിട്ട് ഷോപ്പിൽ പോകാനാണ് അവിടുന്ന് ജോലി ഏൽപ്പിച്ചേക്കുന്നത്. വൈകിട്ട് കുട്ടിയെ വിളിക്കണ്ട, രാത്രിത്തെ ഭക്ഷണം ഉണ്ടാക്കണ്ട എന്നൊക്കെ അവിടുന്ന് ഫോണിൽ പറയുന്നുണ്ട്.
तो मुझे गाना भी नहीं बनाना है. അപ്പം എനിക്കിന്ന് നൈറ്റ് ഫുഡും ഉണ്ടാക്കണ്ടല്ലേ. तो मेम साहब मैं कहती हूँ कि आज शाम को मैं जल्दी घर जाऊँ. അങ്ങനെ ആകുമ്പോൾ എനിക്ക് വൈകിട്ട് ഇത്തിരി നേരത്തെ വീട്ടിൽ പോവാമല്ലോ മാഡം എന്ന് തിരിച്ച് സക്കൂബായി ചോദിക്കുകയാണ്. കാര്യം കുട്ടിയെ വിളിക്കണ്ട, ഭക്ഷണം ഉണ്ടാക്കണ്ട, തോ ഞാൻ കുറച്ചൊന്ന് നേരത്തെ പൊക്കോട്ടെ. ഓ ക്യാ ഹേ ആജ് ഇത്തനാ പാനി ബർസാ ഘർ മേ പാനി ഭർ ഗയാ ഹേ നാ. ഇന്ന് ഇത്രയും മഴയായിരുന്നില്ലേ, വീട്ടിലെല്ലാം വെള്ളം കയറി കിടക്കുമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇത്തിരി ഒന്ന് നേരത്തെ പൊയ്ക്കോട്ടെ എന്ന്. ഘർ മേ പാനി ഭർ ഗയാ ഹേ നാ, വീട്ടിൻ്റെ ഉള്ളിൽ വെള്ളം കയറി കിടക്കല്ലേ. തോടാ ടൈം സേ ജാത്തെ തോ സഫായി വഫായി കർക്കെ സായിലി കെ ലിയെ കുച്ച് ബനാ ദേത്തി. കുറച്ചൊന്ന് ടൈം സേ ജാത്തെ, ഇത്തിരി ഒന്ന് നേരത്തെ പോകാൻ കഴിഞ്ഞാൽ സഫായി വഫായി കർക്കെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സായിലിക്ക് ലിയെ കുച്ച് ബനാ ദേത്തി, സായിലിക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാമല്ലോ. ഇവിടെ ഇന്നിപ്പോൾ എനിക്ക് പണിയൊന്നുമില്ല, കുട്ടിയെ വിളിക്കണ്ട, രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കണ്ട, അങ്ങനെയെങ്കിൽ എനിക്ക് കുറച്ച് നേരത്തെ പോകാമല്ലോ, വീടൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും, സായിലിക്ക് എന്തെങ്കിലും ഫുഡും ഉണ്ടാക്കി കൊടുക്കാം. ഉസ്കാ ചെഹ്റ ഉതർ ജാത്താ ഹെ. അപ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് അവരുടെ മുഖത്തെ എക്സ്പ്രഷനാണ്. സക്കൂബായുടെ മുഖത്തെ എക്സ്പ്രഷനാണ് കാണുന്നത്. ऐसा लगता है जैसे उसकी मेम साहब ने छुट्टी देने से मना कर दिया हो. उसका चेहरा उतर जाता है. അവരുടെ മുഖം കുറച്ച് വാടിയതുപോലെയാണ് കാണുന്നത്. ഉതർന, ചെഹ്റ ഉതർന എന്ന് പറഞ്ഞാൽ മുഖം വാടുക, മുഖം വാടിയതായിട്ടാണ് കാണുന്നത്. ऐसा लगता है, അത് കണ്ടാൽ എന്താ തോന്നുക? जैसे उसकी मेम साहब ने छुट्टी देने से मना कर दिया हो. കണ്ടാൽ തോന്നും ആ മേം സാബ് അവർക്ക് ലീവ് കൊടുക്കുന്നതിൽ നിന്ന് മനാ കർ ദിയാ ഹോ, പറ്റില്ല എന്ന് പറഞ്ഞതായിട്ട് നമുക്ക് അവരുടെ മുഖത്തിൽ നിന്ന് മനസ്സിലാകും. മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാകും അവരാകെ വിഷമത്തിലാണ് റിസീവർ വയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് തൽക്കാലം ഇത്രയിൽ നിർത്താം. ഓക്കെ.